ഹായ് ഓൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC യുടെ ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. ആ ഒരു വിവരം പറയാനാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു വലിയ അവസരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലാദ്യത്തെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയാം. അത് ജൂനിയർ കെമിസ്റ്റ് ആണ്. ജൂനിയർ കെമിസ്റ്റ് എന്ന തസ്തികയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടൊരു പോസ്റ്റാണ് ഇത്. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത്. ജൂനിയർ കെമിസ്റ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലുണ്ട്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൻ്റെ കീഴിലാണ്. അതായത് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇനി ഇത് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം എന്ന് പറയുന്നത് ഒക്ടോബർ 3-ാം തീയതി വരെയാണ്. ഈ വർഷം ഒക്ടോബർ 3-ാം തീയതി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കോ ആണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്. മാത്രമല്ല കെമിസ്ട്രിക്ക് ഒരു നിശ്ചിത ശതമാനം മാർക്ക് വേണം. അതായത് 60% മാർക്ക് ഉണ്ടെങ്കിലേ ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത ക്രൈറ്റീരിയ ആയിട്ട് മാറുകയുള്ളൂ. നമുക്ക് ആ നോട്ടിഫിക്കേഷൻ്റെ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഈ നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പറാണ്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 278/2024 എന്ന കാറ്റഗറി നമ്പറിലാണ് വന്നിരിക്കുന്നത്. ഇത് ഇന്ന് വന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിലേക്കാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നടക്കുന്നത്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ഈ ഒരു വകുപ്പ് വളരെ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു വകുപ്പാണ്. ഈ ഒരു വകുപ്പിലേക്കാണ് നിയമനം വരാൻ പോകുന്നത്. ഇതിൻ്റെ തസ്തികയുടെ പേര് ജൂനിയർ കെമിസ്റ്റ് എന്നാണ്. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ അല്ലെങ്കിൽ ഇതിൻ്റെ സാലറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ 51,400 മുതൽ 1,10,300 വരെയാണ്. ഏതാണ്ട് ഗസറ്റഡ് ഓഫീസറിന് തതുല്യമായ സാലറി ലെവൽ കിട്ടുന്ന ഒരു വലിയ പോസ്റ്റാണ് ഇത് എന്നത് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഇതിന് സ്റ്റേറ്റ് ലെവലുള്ള നോട്ടിഫിക്കേഷൻ സംസ്ഥാന വ്യാപകമായിട്ട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴുള്ള വേക്കൻസി 2 മാത്രമാണ്. പക്ഷേ ഈ 2 എന്നുള്ളത് പലപ്പോഴും അതിൻ്റെ നിയമനത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ എണ്ണം ഉയരാനാണ് സാധ്യത. മനസ്സിലായല്ലോ. പലപ്പോഴും ഇതിൻ്റെ എക്സാമൊക്കെ നടക്കണമെങ്കിൽ മിനിമം ഒരു 6-7 മാസമെങ്കിലും നടക്കും. അപ്പോൾ 6-7 മാസം നടക്കുമ്പോൾ റിട്ടയർമെൻറ്റ് വരികയും ഇതിനകത്ത് പുതിയ വേക്കൻസികൾ വരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. മാത്രമല്ല റാങ്ക് ലിസ്റ്റിന് ഏതാണ്ട് 3 വർഷത്തോളം വാലിഡിറ്റി ഉണ്ട് താനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തില്ല, നമുക്ക് ധാരാളം വേക്കൻസികൾ ഇനിയും വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. വേക്കൻസികളുടെ എണ്ണം കുറവാണ് എന്നതുകൊണ്ട് ഒരു കാരണവശാലും ആരും തന്നെ അപ്ലൈ ചെയ്യാതിരിക്കരുത്. അതൊരു വലിയ മണ്ടത്തരമായിരിക്കും ജീവിതത്തിൽ എടുക്കുന്നതെന്ന് തീർത്ത് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അടുത്തതായിട്ട് എക്സാമിനേഷൻ്റെ രീതിയാണ്. ഇത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് പാറ്റേൺ തന്നെയാണ്. ഇനി അടുത്തത് ഏജാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. പൊതുവേ നമ്മൾ PSCക്കൊക്കെ പറയുന്നൊരു ഏജ് 36 ഇവിടെ പക്ഷേ 41 വയസ്സ് വരെ ഏജ് ലിമിറ്റ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ 2/1/1983 മുതൽ 1/1/2006 വരെ ജനിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. മനസ്സിലായല്ലോ. ഒരു വലിയ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വലിയൊരു ഏജ് ബാനിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. മാത്രമല്ല ഏജ് ലിമിറ്റ് 41. ഇനിയും ആനുപാതികമായിട്ടുള്ള വയസ്സളവ് SC/ST-കാർക്കും OBC-കാർക്കും ലഭിക്കുന്നതുമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇന്ന് വരെ ഉണ്ടായിരുന്നത്, അതായത് പല PSC പരീക്ഷകളിലെയും പ്രായം പലപ്പോഴും 36 കോമൺലി കണ്ടുവരുന്നത്. അതിനേക്കാളും കൂടുതലായിട്ട് 41 വയസ്സ് വരെ ഇതിന് ഏജിൻ്റെ ലിമിറ്റേഷൻ തരുന്നു എന്നുള്ളതാണ്. ഇനിയും ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശ്രദ്ധിച്ച് നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് MSc ഡിഗ്രി ഇൻ കെമിസ്ട്രി, അപ്ലൈഡ് കെമിസ്ട്രി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇത് MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് അതിൽ തന്നെ ഏതാണ്ട് ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് യോഗ്യതയുള്ളവർക്ക്, അതായത് 50% മുതൽ മുകളിലോട്ട് മാർക്കുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ ഒക്കുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണ്. അപ്പം എല്ലാവരും ഓർത്ത് വെക്കുക. ഇത്രയും യോഗ്യതയുള്ളവർ MSc കെമിസ്ട്രിയിൽ സെക്കൻഡ് ക്ലാസ്സോ ഫസ്റ്റ് ക്ലാസ്സോ യോഗ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഒരിക്കലും അത് മിസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ തന്നെ നമ്മൾ നടത്തിയ ഒരു എക്സാം ആയിരുന്നു ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കായിരുന്നു. അതിൽ നമുക്ക് വളരെ അഭിമാനകരമായിട്ടുള്ള റാങ്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. 4, 9, 11 മുതലായ ഏറ്റവും ക്രീമായ റാങ്കുകൾ തന്നെ ഏണസ്റ്റ് അക്കാഡമിക്ക് കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയുവാനുള്ളത്. ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കോഴ്സ് ഉടൻ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും.
ഈ കെമിസ്ട്രി ജൂനിയർ കെമിസ്ട്രി എന്ന് പറയുന്ന തസ്തികയുടെ ഒരു കോഴ്സ് നമ്മൾ ഉടൻ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് എന്താണ് ജൂനിയർ കെമിസ്ട്രി എന്നും എങ്ങനെയാണ് ഈ പരീക്ഷ എന്നുമൊക്കെ അറിയത്തക്ക രീതിയിലുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. വരുന്ന ദിവസങ്ങളിൽ തന്നെ ഉടൻ തന്നെ അതുണ്ടാവും. അതിൻ്റെ മുഴുവൻ വിശദാംശങ്ങളും നമ്മൾ നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന്, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടതും വെബിനാറിനെ സംബന്ധിച്ചതും ഈ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നതിന് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പ്രത്യേകിച്ചും ഓർത്തിരിക്കുക, MSc കെമിസ്ട്രി, അതായത് പോസ്റ്റ് ഗ്രാജുവേഷൻ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിലുള്ളവർക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് സെക്കൻഡ് ക്ലാസ്സിന് മുകളിലോട്ട് മാർക്കുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം, ഒരു നല്ല കരിയറാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, മുമ്പോട്ട് പോവുക. എല്ലാവർക്കും ഒരു ജോലി ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.